ചെറിയ കുട്ടികൾക്കും സുഭാഷ് സാറാണ്. ഞാനിന്ന് പ്ലസ് ടുവിലെ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. പിള്ളേർക്ക് പ്ലസ് ടുവിലെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഏത് ചാപ്റ്ററാണെന്ന് ചോദിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. എന്നെ ചീത്ത വിളിക്കേണ്ട, ഇഷ്ടമല്ലെന്നറിയാം, ആർക്കുമേ ഇഷ്ടമല്ലാത്തതാണ്. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഇത് ഇഷ്ടപ്പെടാറുള്ളൂ, മറ്റുള്ളവരൊന്നും പഠിക്കാറ് പോലുമില്ല. കാരണം ഇതിൻ്റെ അകത്തെ പ്രോബ്ലംസുകൾ അതേമാതിരിയായി എന്തൊക്കെയോ പറയുന്നു. ക്ലാസ്സിൽ ടീച്ചേഴ്സൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ചാപ്റ്ററിൻ്റെ പേര് ചോദിച്ചാൽ റിലേഷൻസ്, നമ്മൾ വല്ലതും പഠിച്ചോന്ന് ചോദിച്ചാൽ ഒരു റിലേഷനുമില്ല പഠിച്ചതുമായിട്ട്. അങ്ങനത്തെ ഒരു രീതിയാണ് ഇത് കഴിയുമ്പോൾ. ഇതിനുള്ളിലെ ടോപ്പിക്സുകളുടെ പേര് ചോദിച്ചാൽ ചിലപ്പോൾ പേര് പറയുമായിരിക്കും, ഇല്ലയോ? ഇൻജെക്റ്റീവ്, സർജക്റ്റീവ്, വൺ മൺ, ഓണ്ടു, റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, എന്തൊക്കെയോ, ഇൻവേഴ്സ്, ഇൻവെർട്ടബിൾ, കോമ്പോസിഷൻ, ഇവരൊക്കെ ആരൊക്കെ ഇവരൊക്കെ അല്ലേ? ചില കുട്ടികളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല, എന്തൊക്കെയോ കഴിഞ്ഞിട്ട് പോയി, ആ ചാപ്റ്റർ തീർന്നു എന്ന് ടീച്ചർ പറഞ്ഞു എന്നുള്ളൊരു അറിവേ ഉള്ളൂ. അപ്പം അതിനുള്ളിൽ നിന്ന് ഞാനിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിൻ്റെ സ്റ്റാർട്ടിങ് ആൻഡ് ഇൻവെർട്ടബിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരുകളാണ്. എന്താണ് ഇൻവേഴ്സ്? തലതിരിഞ്ഞവൻ, ഇല്ലയോ? തലതിരിഞ്ഞവനാണ് ഇൻവേഴ്സ്, ഇല്ലേ? ഇൻവെർട്ടബിൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു പേര്. രണ്ട് ഇന്നിലോ ഉണ്ട്, IN ഉണ്ടോ? ഇൻവെർട്ടബിൾ, ഇൻവേഴ്സ്. ഇത് നമ്മൾ ഓൾറെഡി ഇവനെ രണ്ടുപേരെയും നമ്മൾ മെട്രിക്സിനുള്ളിൽ പഠിച്ചതല്ലേ? പഠിച്ചതാണ് കേട്ടോ. ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്, ആ ഇൻവേഴ്സ് അത് പേര് ഫംഗ്ഷനുള്ളിൽ പഠിക്കുന്നതേ ഉള്ളൂ. അവിടെ ഉണ്ട് ഇൻവെർട്ടബിൾ. ഒരു മെട്രിക്സിന് എന്തുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ആൻ ഇൻവെർട്ടബിൾ മെട്രിക്സ്. ഇവിടെ നമുക്ക് ഫംഗ്ഷൻ്റെ കേസിലാണ് പഠിക്കുന്നത്. പിന്നെ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ജോയിൻ ചെയ്യാം. ഇപ്പോഴത്തെ റെഗുലർ കുട്ടികൾക്ക് അടുത്ത വർഷത്തെ മാത്സ് സുന്ദരമാക്കാൻ, സൂപ്പറാക്കാൻ, ഫുൾ മാർക്കിന് എത്തിക്കാൻ വളരെ ഈസി ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള ക്ലാസ് നോട്ട്സ്, ഇക്വേഷൻ ബുക്ക്ലെറ്റ്സ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം തന്ന് നിങ്ങളെ മാത്സിന് അടുത്ത വർഷത്തെ ഇനി എഞ്ചിനീയറിങ്ങിനോ എൻട്രൻസിനോ ഒക്കെ പോകാൻ തയ്യാറാവുന്ന രീതിയിൽ കൂടെ ബേസ് നല്ല കട്ടിപ്പിടിപ്പിച്ച് തരും. മീൻസ് അടിപൊളിയായിട്ട് അതിന് ജോയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ ആർക്കെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. അത് മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാത്തിനും രണ്ടിനോട് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു കോംബോ ഓഫറും ഉണ്ട്. ഓക്കെ, ഇപ്പം മാത്സിന് മാത്രമാണെങ്കിൽ ഇത്രമേ ഉള്ളൂ. 1 ഇയർ, ഒരു വർഷം ഇത്രയേ ഉള്ളൂ മോനെ. ഇതൊക്കെ എന്തോ ഉണ്ട് ഒന്നാലോചിച്ചാൽ അങ്ങനെ പറയും. പിന്നെ സാറിന് ഒന്നുമില്ല മോനെ, കാരണം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ കോഴ്സിന് പോകുമ്പോൾ അപ്പുറത്ത് 2 പൂജ്യമോ ഒക്കെ ഇട്ടുകൊണ്ടായിരിക്കും, ഒരു പൂജ്യമെങ്കിലും ഇനിയും കിട്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നോക്കിക്കുക, അത്രയും. അപ്പോൾ അതിലൊക്കെ വളരെ കുറവ്. അപ്പം നമുക്ക് ഇതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള പ്രയോജനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പ്ലസ് 1 ഇമ്പ്രൂവ്മെൻറ്റ് മാത്സ് ആണെങ്കിലും മറ്റുള്ളതിലാണെങ്കിലും അതിനും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആൾക്ക് ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാൻ. ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് മെൻ ബൈ ആൻ ഇൻവേഴ്സ് ഓർ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ? അപ്പോൾ നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്തുള്ളൊരു ഫോർമുല അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ പഠിക്കാം. എ ഫംഗ്ഷൻ ഹാസ് ആൻ ഇൻവേഴ്സ്, then it is called an invertible function. A function has an inverse, then it is called an invertible function. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പേര് വിളിക്കാം ഇൻവെർട്ടബിൾ. എടാ നിനക്ക് ഇൻവേഴ്സ് ഉണ്ടോടാ? ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ എന്ന് വിളിക്കും. ഇൻവേഴ്സ് ഇല്ലയോ, നീ ഇൻവെർട്ടബിൾ ഫംഗ്ഷൻ അല്ല. അത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ ക്ലാസ്സിലൊക്കെ പറയുന്ന പോലെ ഒരാൾ ജയിച്ചാൽ, ഇലക്ഷന് ജയിച്ചാൽ അവനെ MLA എന്ന് വിളിക്കും. ഇലക്ഷൻ ജയിച്ചില്ലെങ്കിൽ MLA അല്ല. ഇവിടെ അതുപോലെ തന്നെ ഇൻവേഴ്സ് ഉണ്ടോ? ഇൻവെർട്ടബിളാണ്. ഇൻവേഴ്സ് ഇല്ലയോ? ഇൻവെർട്ടബിൾ അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ, അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ശ്രദ്ധിക്കാം. ഞാനൊരു എക്സാമ്പിളായിട്ട് ചുമ്മാ എടുക്കുവാണേ, എങ്ങനെയാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതെന്ന് ചെറുതായിട്ട്. ഓർഡേഡ് പേര് വെച്ചുകൊണ്ട് 1 3 2 5 3 7 4 8 ഓക്കെ ആണല്ലോ. ഒരു ഫംഗ്ഷൻ എടുത്തേ. നെക്സ്റ്റ് ജി എന്ന് പറഞ്ഞ മറ്റൊരു ഫംഗ്ഷൻ 1 3 2 5 4 5 7 8 ഓക്കെ. 2 ഫംഗ്ഷൻസുകളെ നമ്മൾ കൺസിഡർ ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ഇതൊക്കെ ഫംഗ്ഷനാണെന്ന് കണ്ടാൽ അറിയാമല്ലോ. ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടുള്ള 2 ഓർഡേഡ് പേർ ഉണ്ടാവരുത്. ഇപ്പോൾ 1-ൽ ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. 2-ൽ തുടങ്ങുന്ന ഒരെണ്ണം, 3-ൽ തുടങ്ങുന്ന ഒരെണ്ണം, 4th എല്ലാം തുടങ്ങിയേക്കുന്നത് ഡിഫറെൻറ്റ് നമ്പറിലാണ്. therefore this is a function. Here also g equal to 1 3, 1-ൽ തുടങ്ങി, 2-ൽ തുടങ്ങി, 4-ൽ തുടങ്ങി, 7-ൽ തുടങ്ങി. അതുകൊണ്ട് ഇതും ഫംഗ്ഷനാണ്. ഇനി ഇവരിൽ ആർക്കാണ് ഇൻവേഴ്സ് ഉള്ളതെന്ന് നോക്കാം. ഇൻവേഴ്സ് ഉള്ളവൻ ഇൻവെർട്ടബിളാണ്, ഇൻവേഴ്സ് ഇല്ലാത്തവൻ ഇൻവെർട്ടബിൾ അല്ല. അപ്പോൾ എങ്ങനെയാണ് ഇൻവേഴ്സ്? ഹൗ ടു ഫൈൻഡ് ദ ഇൻവേഴ്സ് ഫ്രം ദിസ്? നോക്കിക്കോണേ. ഇത്രയുള്ളവന് തല തിരിഞ്ഞവൻ
എന്ത് തലതിരിയുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓടയുടെ പേരിലെ ആ 2 പേരെ തിരിച്ചങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ 1 3 3 1 അത്രമേ ഉള്ളൂ. ഓക്കെ, 2 5 5 2 3 7 7 3 4 8 8 4 ഇത്രയേ ഉള്ളൂ മോനെ. ഇൻവേഴ്സ് കിട്ടി. ഇതിൻ്റെ ഇൻവേഴ്സ് ഞാനൊന്ന് എഴുതാം. ജി ഇൻവേഴ്സ് എഴുതുമ്പോൾ എപ്പോഴും പവറിലൊരു -1 ഇട്ടാൽ നമ്മൾ എ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് എല്ലാം -1 അല്ലേ, ദാറ്റ്സ് ഓൾസോ ഓക്കെ. അപ്പോൾ നോക്കിയേ, ഇവിടെ നോക്കിക്കേ, ജി ഇൻവേഴ്സ് നോക്കിക്കേ, 1 3 അപ്പോൾ എത്ര മോനെ 3 1 2 5 5 2 4 5 5 4 8 7 7 8 എത്രയാണ് 8 7 കൃത്യമായല്ലേ. രണ്ടിൻ്റെ ഞാൻ ഇൻവേഴ്സ് എഴുതുന്നത് ഇത്രയേ ഉള്ളൂ കേട്ടോ, തിരിച്ചിട്ടാൽ മതി. പക്ഷേ ഇതിനുള്ളിലൊരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? കണ്ടെത്തേക്ക്. എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഏതാ പ്രശ്നം? ഇതൊരു നമ്മൾ തിരിച്ചെഴുതിയപ്പോഴും ഇതൊരു ഫങ്ഷനായിട്ട് ആക്ട് ചെയ്തു. ബട്ട് ഇൻ ദ കേസ് ഓഫ് ജി ഇൻവേഴ്സ് ഇയാളെ ഞാൻ തിരിച്ചെഴുതിയപ്പോൾ ഒരു ഫങ്ഷനായിട്ട് ആക്ട് ചെയ്തില്ല. അതിൻ്റെ കാരണം നിങ്ങൾ നോക്കിക്കേ, ഞാനിവിടെ പറഞ്ഞായിരുന്നു ഫസ്റ്റ് നമ്പർ ഒന്ന് റിപ്പീറ്റ് നോക്കിക്കേ. ഇയാളൊരു ഫംഗ്ഷൻ ആണോ എന്ന് അറിയാൻ ഫസ്റ്റ് നമ്പർ ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ മോനെ? 3 1 3 ഒരെണ്ണം, 5 2 5 ഒരെണ്ണം, 7 3 7 ഒരെണ്ണം, 8 8 4 ഒരെണ്ണേ ഉള്ളൂ. ഇവിടെ നോക്കിക്കേ, 3 1 5 2 5 4 അയ്യോ അതുകൊണ്ട് 5ൽ തന്നെ 2 പേർ. ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ 1 and only 1 ഇമേജ്, 1 and only 1 ഇമേജ്. ഒരാൾക്ക് ഒരു ഇമേജേ ആകാൻ പാടുള്ളൂ ഫംഗ്ഷൻ ആണെങ്കിൽ. നമ്മൾ +1 പഠിച്ചതാണ്. ഇവിടെ കണ്ടോ, 5ന് 2 ഉണ്ട്, 5ന് 4 ഉണ്ട്. 2 ഭാര്യമാർ എന്ന് പറയുന്ന പോലെ കേട്ടോ. അത് ശരിയല്ല. 5ന് 2 പേരുണ്ടോ, അത് തെറ്റാണ്. അപ്പോൾ 5 2 5 4 എന്ന് പറയുന്ന പോലെ ആവരുത്. ഇവിടെ കണ്ടോ, ഇവരെല്ലാം ഇവിടുത്തെ ഈ വീട്ടുകാരെല്ലാം നല്ല ഫാമിലി കേട്ടോ. ഒരാളെ കേട്ടിട്ടുള്ളൂ. ഇവിടെ കണ്ടോ, ഇവൻ മോശക്കാരനാണ് കണ്ടോ, 5ന് 2 പേര് മോശം. അപ്പോൾ അത് തെറ്റാണ് കേട്ടോ. അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഇൻവേഴ്സ് എഴുതി നോക്കിയപ്പോൾ ഇതൊരു ഫംഗ്ഷനെ പോലെ ആക്ട് ചെയ്തില്ല. പക്ഷേ ഇവിടെ ഒരു ഫംഗ്ഷനെ പോലെ ആക്ട് ചെയ്തു. അതുകൊണ്ട് ഇയാൾക്ക് ഇൻവേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇയാളൊരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. ബട്ട് ഇയാളൊരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ അല്ല. ദാറ്റ്സ് ഓൾ. തീർന്നു. ഇത്രയും ഉള്ളായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ എന്ന് വിളിക്കുന്നത്? അതിന് ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ചിലപ്പോഴുണ്ടാവും, ചിലപ്പോൾ കാണില്ല. ഉള്ള ഫംഗ്ഷൻസുകൾക്ക് എന്താണ് ഇൻവെർട്ടിബിൾ, ഇല്ലെങ്കിൽ ഇൻവെർട്ടിബിൾ അല്ല. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതിയപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതൊരു ഫംഗ്ഷൻ പോലെ ആക്ട് ചെയ്തു. ദെയർഫോർ ഇതിനെ ഇൻവേഴ്സ് എന്ന് വിളിക്കാം. ഇൻവേഴ്സ് ഫംഗ്ഷൻ ഉണ്ട്, അതുകൊണ്ട് അതിനെ ഇൻവെർട്ടിബിൾ എന്ന് വിളിക്കാം. ബട്ട് ജിയുടെ കേസ് വന്നപ്പോൾ നമ്മൾ ഓടയുടെ പേരുകൾ തിരിച്ചെഴുതിയപ്പോൾ ഒരു ഫംഗ്ഷനെ പോലെ ആക്ട് ചെയ്തില്ല. അതുകൊണ്ട് ഇയാൾ ഫംഗ്ഷൻ അല്ല, അതുകൊണ്ട് ഇൻവേഴ്സ് ഇല്ല, അതുകൊണ്ട് ഇൻവെർട്ടിബിൾ അല്ല. ദാറ്റ്സ് ഓൾ. ഓക്കെ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇൻവേഴ്സ് ഇൻവെർട്ടിബിൾ ക്ലിയർ ആയെന്ന് തോന്നുന്നല്ലേ? നിങ്ങൾ ഇത്രയും നാളും പഠിച്ചെടുത്തു എന്ന് അല്ലെങ്കിൽ കേട്ടെടുത്തു എന്ന് ഉള്ളതാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ ഒരു ലൈക്ക് തരുന്നതിന് ഒരു മടിയും വിചാരിക്കരുത്. മനസ്സിലായെങ്കിൽ. ഇല്ലെങ്കിൽ ഒരു മടിയും വിചാരിക്കേണ്ട, ലൈക്ക് ചെയ്യുകയും വേണ്ട. ഷെയർ ചെയ്യാനും നിങ്ങൾക്ക് തോന്നിയാൽ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സ് പഠിക്കാം. ഗുഡ് ബൈ.